ശബരിമലയിലെ യുവതി പ്രവേശനത്തിൽ പ്രതിഷേധിച്ച് ശബരിമല കർമ്മസമിതി BJP പിന്തുണയോടെ നടത്തിയ ഹർത്താലിൽ സംസ്ഥാനമെങ്ങും വ്യാപകമായ അക്രമ സംഭവങ്ങളാണ് അരങ്ങേറിയത്. ഒരു ദിവസം മുഴുവൻ നീണ്ടുനിന്ന അക്രമ സംഭവങ്ങൾക്ക് ശേഷവും കേരളം പലയിടത്തും ശാന്തമായിട്ടില്ല. ചില സ്ഥലങ്ങളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചാണ് സ്ഥിതിഗതികൾ ശാന്തമാക്കിയത്. വ്യാഴാഴ്ച രാത്രി അക്രമ പരമ്പരയാണ് പലയിടത്തും അരങ്ങേറിയത്. വീടുകളും പാർട്ടി ഓഫീസുകളും വ്യാപകമായി ആക്രമിക്കപ്പെട്ടു. തിരുവനന്തപുരത്തെ ഒരു സ്കൂളിൽ നിന്ന് നാടൻ ബോംബുകൾ കണ്ടെടുത്തു. അടൂരിൽ ഒറ്റ രാത്രി തകർക്കപ്പെട്ടത് 50-ലേറെ വീടുകളാണ്. ഒൻപത് ബൈക്കിനകത്തൊരു 27 മൂങ്ങുടിധാരികൾ കയറി വന്നുകൊണ്ട് വീടും അതുപോലെ തന്നെ ആളുകളെ മഴുവും ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായിട്ട് വീട് നശിപ്പിക്കുന്ന രീതിയിലേക്ക് വന്നിട്ടുള്ളത്. വൈഫാണെങ്കിൽ 8 മാസമായിട്ട് പൂർണ്ണ ഗർഭിണിയായിട്ട് ഇരിക്കുന്ന വൈഫിനെ മഴുകൊണ്ട് വെട്ടാനാവുകയും അങ്ങനെ രീതിയിൽ എങ്ങനെയൊക്കെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാവോ ആ രീതിയിലേക്ക് കടന്നു വരികയായിരുന്നു. അതിനുശേഷം വാഹനങ്ങളും വീട്ടിലെ 1-2 ആവശ്യങ്ങൾക്ക് വന്ന സാധാരണപ്പെട്ട ആളുകളുടെ വാഹനങ്ങൾ നശിപ്പിക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. പന്ത്രണ്ട് 13 ആയപ്പോഴത്തേന് എന്നെ ഞങ്ങളുടെ ഇവിടെ അടുത്തുള്ള ആൾക്കാരെല്ലാം വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി നിങ്ങളുടെ കട കത്തുന്നെന്ന് പറഞ്ഞു. കട കത്തുന്നെന്ന് പറഞ്ഞു. അത്രയും ഞങ്ങൾക്ക് അറിയത്തുള്ളൂ. പിന്നെ ഫയർഫോഴ്സൊക്കെ പിന്നെ ഞങ്ങൾ കൂടെ ഇവിടെ വിളിക്കുമ്പോഴത്തേന് ഫയർഫോഴ്സ് വന്ന് തീ അണയ്ക്കുന്നെന്നൊക്കെ പറഞ്ഞു. ഇതിനകത്ത് ഒത്തിരി ഡോക്യുമെൻറ്റ്സൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഈ മൈക്രോ ഫിനാൻസ് ഇസാഫിൽ നിന്നൊക്കെ ഞങ്ങൾ ലോൺ എടുത്തതിൻ്റെയൊക്കെ കളക്ഷനൊക്കെ ഞാൻ അതിൻ്റെ ഇതെല്ലാം അടയ്ക്കുന്ന അതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും പിന്നെ ഒത്തിരി പേര് ആധാറും പൈസയൊക്കെ ഇന്നൊരു ലോൺ അടയ്ക്കുന്നതിൻ്റെ പൈസയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അതെല്ലാം പോയിട്ടുണ്ട്. എല്ലാം നശിച്ചു. ഞങ്ങളുടെ ഒരു വരുമാനമായിരുന്നു, ജീവിതമാർഗ്ഗമായിരുന്നു. എൻ്റെ പിള്ളേരെ പഠിപ്പിക്കുന്നതിനാണെങ്കിലും എല്ലാം കൊണ്ട് ഞങ്ങളുടെ അത്താഴമായിരുന്നു ഇത്. പോയി ഇടുന്നുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. രാത്രി 11 മണിയായി. ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. ഇവരുടെ അച്ഛനാണെങ്കിൽ അപ്പുറത്ത് കിടക്കുമായിരുന്നു. ഞാൻ രാത്രി വലിയൊരു സൗണ്ട് കേട്ട് ഞാൻ എണ്ണിച്ച് വന്നപ്പോൾ ഇവന്മാർ കഥവ് തൊഴിച്ചിളക്കിയിട്ട് ഭയങ്കര അടിയ. ഞാൻ കിടന്ന് വിളിച്ചു പോയപ്പോൾ ഇവന്മാർ കൊല്ലുമെന്നും പറഞ്ഞ് എന്നെ പിടിച്ച് തള്ളി. എൻ്റെ ഇവിടെ മുറിഞ്ഞു. പിന്നെ അവരുടെ അച്ഛനെ എണ്ണിച്ച് വന്ന് അവരുടെ അച്ഛനെയും പിടിച്ച് തള്ളി. കാനയിലാണെങ്കിൽ മുറിവുണ്ട്, ആശുപത്രി കിടക്കുക. അവന്മാർ ഒറ്റ ഒരുത്തനാണ് കയറി ഇതിനകം മൊത്തം നശിപ്പിച്ചത്. അഖിലും മെമ്പറിൻ്റെ സാന്നിധ്യത്തിൽ മെമ്പറും ഉണ്ടായിരുന്നു. ഈ പടവളത്തുള്ള ഒരു ചെറുക്കന, പിന്നെ കോലമലയിലുള്ള 2-3 പിള്ളേർ, ഇവിടെ ഈ അമ്പലത്തിൻ്റെ മേളിലുള്ള ഒരു ചെറുക്കന്. 10-25-30 പേരുണ്ടായിരുന്നു. എല്ലാവരും ഒന്നും അറിയത്തില്ല. വ്യാഴാഴ്ച ഏറ്റവും കൂടുതൽ അക്രമ സംഭവങ്ങൾ അരങ്ങേറിയ പാലക്കാട് രാത്രിയും അക്രമം തുടർന്നു. അവിടെയും വീടുകളും പാർട്ടി ഓഫീസുകളും ആക്രമിക്കപ്പെട്ടു. നിരവധി വാഹനങ്ങൾ തകർന്നു. ഒരു പറ്റം സാമൂഹ്യ വിരുദ്ധർ യാതയായി വന്ന് ഈ ഓഫീസിന് നേരെ കല്ലെറിയുകയും അതുപോലെ തന്നെ കമ്പോ വടിയോ ഒക്കെ ഉപയോഗിച്ചും ഒക്കെ ഉള്ള ആക്രമണം നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും വലിയ ഒരു നഷ്ടം യഥാർത്ഥത്തിൽ ഈ ഓഫീസിനുണ്ടാകത്തക്ക രീതിയിൽ ഉള്ള സംഭവവികാസങ്ങളുണ്ടായത്. കല്ലേറ് കൊണ്ട് ഓഫീസിൻ്റെ ചില്ലുകൾ തകർന്നു, ഓഫീസിലെ അകത്തുള്ള ഉപകരണങ്ങൾ നശിച്ചു എന്ന് മാത്രമല്ല അങ്ങ് അറ്റത്തുള്ള കോൺഫറൻസ് ഹാൾ വരെ ഈ കല്ലുകൾ ചെന്നിരിക്കുന്നു. ഹർത്താലുമായി ബന്ധപ്പെട്ട് നടന്ന ആക്രമണങ്ങളിൽ അറസ്റ്റിലായത് 1369 പേരാണ്. 801 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഈ കേസുകളിലായി കണ്ടാലറിയാവുന്ന 5000-ഓളം പ്രതികളുണ്ടാകുമെന്ന് പോലീസ് പറയുന്നു. ഇന്നലെ ഹർത്താൽ നടന്നപ്പോൾ ആ ഹർത്താലിനെ തകർക്കാൻ വേണ്ടി ബോധപൂർവം CPM-ഉം കോൺഗ്രസും നടത്തിയിട്ടുള്ള ശ്രമമാണ്. ഹർത്താൽ വിജയിപ്പിക്കാൻ വേണ്ടി ശബരിമല കർമ്മസമിതിയുടെ പ്രവർത്തകന്മാർ പ്രകടനം നടത്തുന്നത് സ്വാഭാവികമാണ്. അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ പോലീസിന് നേരിടാം, പോലീസിനെ അറസ്റ്റ് ചെയ്യാം, നടപടി സ്വീകരിക്കാം. പക്ഷേ ഇന്നലെ കണ്ടത് CPM-ന്റെ ക്രിമിനലുകൾ തെരുവിലിറങ്ങി ഹർത്താലിനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. അതിന് CPM-ന് എന്താ അധികാരം? പോലീസ് എന്തിനാണ് CPM-നെ കയറൂരി വിട്ടിരിക്കുന്നത്? അതുകൊണ്ട് CPM ഉണ്ടാക്കിയ അക്രമമാണ്.
ആ അക്രമം RSSന്റെ തലയിൽ വെച്ച് കെട്ടേണ്ട ആവശ്യമില്ല, BJPയുടെ തലയിൽ കെട്ടേണ്ട ആവശ്യമില്ല. ഏകപക്ഷീയമായി BJP പ്രവർത്തകന്മാർക്കെതിരായിട്ട് കേസെടുക്കാൻ പോലീസ് തയ്യാറായി കഴിഞ്ഞാൽ വലിയ പ്രക്ഷോഭം ഈ സർക്കാർ നേരിടേണ്ടി വരും. അക്രമികളെ കണ്ടെത്തട്ടെ. അക്രമം നടത്തിയത് CPM ആണ്. CPM ക്രിമിനലുകൾക്കും CPM നേതൃത്വത്തിനുമാണ് ഗൂഢാലോചന നടത്തിയത്. ഈ ഹർത്താൽ ബോധപൂർവം തകർക്കാൻ വേണ്ടി കൊട്ടേഷൻ സംഘത്തെ ഇറക്കിയത് CPM നേതൃത്വമാണ്. ആ CPM നേതൃത്വമാണ് ഈ അക്രമത്തിന് ഉത്തരവാദികൾ. 717 പേർ കരുതൽ തടങ്കലിലുണ്ടെന്നും പോലീസ് പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു. മാധ്യമപ്രവർത്തകർക്ക് നേരെ വ്യാപക ആക്രമണമാണ് ഹർത്താൽ അനുകൂലികൾ നടത്തിയത്. ഇതന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ പോലീസ് നിയോഗിച്ചിരിക്കുകയാണ്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ പരിപൂർണമായ പരാജയമാണ് ഇന്നും ഇന്നലെയും മിനിഞ്ഞാന്നുമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ RSSകാരുടെ അഴിഞ്ഞാട്ടമായിരുന്നു. മാധ്യമ പ്രവർത്തകരെമാരെ പോലും വേട്ടയാടി RSSും BJPയും നടത്തിയ അക്രമം ഒരു ഭാഗത്ത് CPM നടത്തുന്ന അക്രമം. ഈ അക്രമങ്ങളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ ആഭ്യന്തര വകുപ്പ് പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുന്നു. അതിന്റെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കാണ്. ഹർത്താൽ ദിവസം തുറന്നു പ്രവർത്തിച്ച കടകൾക്ക് നേരെ ഉണ്ടായ ആക്രമണങ്ങളിൽ ലക്ഷങ്ങളുടെ നഷ്ടമാണ് വ്യാപാരികൾക്ക് ഉണ്ടായത്. അടിക്കടി ഉണ്ടാവുന്ന ഹർത്താൽ ഈ വ്യാപാര മേഖലയെ തന്നെ നശിപ്പിക്കുന്ന രൂപത്തിലേക്ക് ഇന്ന് കേരളത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഹർത്താൽ നടക്കുമ്പോൾ 2500 കോടിയുടെ നഷ്ടമാണ് കേരളത്തിലെ വ്യാപാരികൾക്കുണ്ടാവുന്നത്. അത് ഇനിയും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കേരളത്തിന്റെ ദുരന്തത്തിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് തന്നെ ഇന്ന് ഞങ്ങൾ കഴിയാവുന്നത്ര കടകൾ ഞങ്ങൾ തുറപ്പിക്കും. ഇതൊരു ഞങ്ങളുടെ ഒരു തുടക്കമാണ്. ഇനി വരുന്ന ഹർത്താലുകളിലെല്ലാം ഞങ്ങൾ കടകൾ തുറന്ന് മുഴുവനായിട്ടും പ്രവർത്തിക്കും. യുവതീ പ്രവേശനത്തിൽ പ്രതിഷേധിച്ച് ഹർത്താൽ നടന്ന ദിവസം രാത്രിയാണ് ശബരിമലയിൽ 50 വയസ്സിന് താഴെയുള്ള സ്ത്രീ ദർശനം നടത്തിയെന്ന വാർത്ത പുറത്തുവരുന്നത്. 47-കാരിയായ ശ്രീലങ്കൻ സ്വദേശി ശശികല അയ്യപ്പ സന്നിധിയിൽ എത്തിയെന്നായിരുന്നു വാർത്ത. ശശികലയെ നേരിട്ട് കണ്ട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അയ്യപ്പ ദർശനം നടത്താൻ പോലീസ് അനുവദിച്ചില്ല എന്നായിരുന്നു മറുപടി. ശശികല പമ്പയിലെത്തിയത് ഭർത്താവ് ശരവണമാരനും മകനുമൊപ്പമായിരുന്നു. ശശികലയുടെ ദർശനത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ശരവണമാരനും ശശികലയുടെ മറുപടി ആവർത്തിച്ചു. ദർശനം നടത്തിയിട്ടില്ല. കുറച്ചു നേരം ഭാര്യയെ കാണാനില്ലായിരുന്നു. വെള്ളിയാഴ്ച രാവിലെ 11 മണിയോടെയാണ് ശ്രീലങ്കൻ സ്വദേശി മല ചവിട്ടി സന്നിധാനത്തെത്തിയെന്ന വാർത്ത അധികൃതർ സ്ഥിരീകരിക്കുന്നത്. ശ്രീകോവിലിന് മുന്നിലെ CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. ശശികലയുടെ ദർശനം സംബന്ധിച്ച വിശദാംശങ്ങൾ പിന്നീട് ഓരോന്നായി പുറത്തുവന്നു. ശബരിമല ദർശനത്തിന് ഓൺലൈൻ വഴി നേരത്തെ തന്നെ ശശികലയും കുടുംബവും അപേക്ഷ നൽകിയിരുന്നു. പമ്പയിലെത്തിയ ഇവരെ 2 സംഘങ്ങളാക്കി തിരിച്ച് ഇതിൽ ഒരു സംഘത്തിലേക്ക് മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിച്ചു. മാധ്യമങ്ങളുടെ അടക്കം ശ്രദ്ധ ആദ്യ സംഘത്തിലേക്ക് ആയ സമയത്ത് ശശികലയെ ശ്രീകോവിലെത്തിച്ച് ദർശനം സാധ്യമാക്കുകയായിരുന്നു. അതിനകത്ത് പോലീസുകാർ ഓടുന്നതും പോലീസുകാർ മറിഞ്ഞ് എസ്കോർട്ട് കൊടുക്കുന്നതും ഒക്കെ ചാനലിലൊക്കെ വന്നു കഴിഞ്ഞു. എൻ്റെ കയ്യിൽ എല്ലാ ക്ലിപ്പും ഉണ്ട്. ഇതൊക്കെ പോലീസ് തന്നെ നിയന്ത്രിക്കാൻ പുറകിൽ പോവുകയാണ്. ജനം അതൊക്കെ കാണുന്നുണ്ട്. ഇത് ഇവർ ധരിക്കുക പൂച്ച പാല് കുടിക്കുന്ന പോലെയാ പിണറായി പാല് കുടിക്കുന്നത്. കണ്ടുപൂട്ടിയാൽ ആരും കാണൂലെന്നാ. പക്ഷെ ഈ രാജ്യത്തിൽ ലോകത്തിന് മുഴുവൻ കണ്ണ, ഈ ഭൂമിയിൽ മുഴുവൻ കണ്ണ, പകലും രാത്രിയും കണ്ണ. ആ കണ്ണിനെ വെട്ടിക്കാനൊന്നും പിണറായി വിജയനൊന്നും സാധിക്കില്ല. അതിനുള്ള ശാസ്ത്രവും അതിനുള്ള വിവരമൊന്നും അദ്ദേഹത്തിനില്ല. ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശേഷമാണ് പോലീസ് ദർശനം അനുവദിച്ചില്ലെന്ന് ശശികല മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇവരുടെ സുരക്ഷയെ കരുതി പോലീസ് നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ്
മാധ്യമങ്ങളോട് ഇങ്ങനെ പറഞ്ഞതെന്നും സൂചനകളുണ്ട്. ശ്രീലങ്കൻ സ്വദേശികൾ പത്തനംതിട്ട ജില്ല വിട്ടതിന് ശേഷമാണ് ദർശന വിവരം സ്ഥിരീകരിക്കുന്നതും ദൃശ്യങ്ങൾ പുറത്തുവരുന്നതും. മാധ്യമങ്ങളിൽ നിന്നാണ് ശ്രീലങ്കൻ സ്വദേശിയുടെ ദർശന വിവരം അറിഞ്ഞതെന്ന് ദേവസ്വം മന്ത്രി പ്രതികരിച്ചു. ഈ മാധ്യമങ്ങളിലൂടെയുള്ള സ്ഥിരീകരണമാണ് ലഭിച്ചിട്ടുള്ളത്. അതാകട്ടെ CCTV ദൃശ്യങ്ങളാണെന്ന് പറഞ്ഞാണ് കാണിക്കുന്നത്. ദർശനത്തിനെത്തുന്ന യുവതികൾക്ക് സൗകര്യമൊരുക്കുമെന്ന് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു. ദേവസ്വം ബോർഡ് പ്രസിഡന്റാകട്ടെ പതിവ് പോലെ ഈ വിവരം അറിഞ്ഞതേയില്ല. ശ്രീലങ്കൻ യുവതിയെ പറ്റി കയറിയെന്നും കയറിയില്ലെന്ന് തന്നെ അവർ പറഞ്ഞായിട്ട് നിങ്ങളുടെ മാധ്യമങ്ങളിൽ തന്നെ ഞാൻ കണ്ടു. അതൊരു വലിയ തർക്കമാകേണ്ട കാര്യമാണെന്ന്. അപ്പോൾ അവർ പല തർക്കങ്ങളാണ്. അവർ കയറിയെന്ന് പറയുന്നു, കയറിയില്ല എന്ന് പറയുന്നു, യൂട്രസ് റിമൂവ് ചെയ്താന്ന് പറയുന്നു. ഇതൊന്നും നമുക്ക് പരിശോധിക്കാനുള്ള യാതൊരു സംവിധാനവും ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചില്ലല്ലോ. ബാക്കി കാര്യങ്ങൾ വരട്ടെ, നമുക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടിയിട്ട് പറയാം. ആദ്യത്തെ സ്ത്രീ പ്രവേശനം നടന്ന ദിവസം ആചാരലംഘനം നടന്നെന്ന് പറഞ്ഞ് നടയടച്ച് ശുദ്ധിക്രിയ നടത്തിയ തന്ത്രി പക്ഷേ രണ്ടാം തവണത്തെ സ്ത്രീ പ്രവേശനത്തെക്കുറിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഔദ്യോഗിക സ്ഥിരീകരണം വരട്ടെ എന്ന നിലപാടാണ് അദ്ദേഹത്തിന്. ചരിത്രം കുറിച്ച് ശബരിമലയിൽ യുവതീ പ്രവേശനം നടന്നതിന് പിന്നാലെ കൂടുതൽ യുവതികളെ ശബരിമലയിലേക്ക് എത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് കേരള നവോത്ഥാന സമിതി. ബിന്ദുവിൻ്റെയും കനകദുർഗയുടെയും ശബരിമല പ്രവേശനത്തിന് സഹായങ്ങൾ ഒരുക്കിയതും ഈ നവോത്ഥാന സമിതിയായിരുന്നു. തീർച്ചയായിട്ടും നമ്മൾ ഈ പേജ് നവംബർ ആദ്യവാരം തുടങ്ങുന്നത് തന്നെ ഈ ഒറ്റപ്പെട്ട രീതിയിലുള്ള സ്ത്രീകളുടെ ഇടപെടലുകൾ മുഴുവൻ പരാജയപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ആ രീതിയിലല്ല സ്ത്രീകൾ കൂട്ടായിട്ടുള്ള ശ്രമത്തിലൂടെ ഇതിനെ മറികടക്കാൻ പറ്റൂ എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഈ പേജ് തുടങ്ങിയത്. അപ്പോൾ പേജ് തുടങ്ങി ഏതാണ്ട് ഒരു മാസത്തിനുള്ളിൽ നമുക്ക് 30ഓളം സ്ത്രീകൾ പോകാൻ സന്നദ്ധരായ യുവതികൾ ഇതിൽ രജിസ്റ്റർ ചെയ്യും. അതേപോലെ തന്നെ കൂടെ പോകാൻ സന്നദ്ധരായ 100ഓളം യുവാക്കളും നമ്മുടെ ഈ പേജിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ മകരവിളക്കിന് മുമ്പ് തന്നെ 2-3 സ്ത്രീകളെ ശബരിമല ദർശനം സാധ്യമാക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് നമുക്കുള്ളത്. പിന്നെ അതിന് ശേഷം ഈ 14-ന് ശേഷം മകരവിളക്കിന് ശേഷം നട തുറക്കുന്ന 5 ദിവസങ്ങൾക്കുള്ളിൽ കൂട്ടായിട്ട് ബാക്കിയുള്ള മുഴുവൻ സ്ത്രീകളെയും ഒന്നിച്ചുകൊണ്ട് യുവാക്കളുടെയും കൂടെ സംഘാടനത്തിൽ ശബരിമല ദർശനം സാധ്യമാക്കുക എന്നുള്ളത് തന്നെയാണ് പേജ് ലക്ഷ്യം വെക്കുന്നത്. ബിന്ദുവും കനകദുർഗയും സന്നിധാനത്ത് ദർശനം നടത്തിയ ശേഷം തന്ത്രി നടയടച്ചതും ശുദ്ധിക്രിയ നടത്തിയതുമാണ് ഇപ്പോൾ പുതിയ തർക്കത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. യുവതികൾ സന്നിധാനത്തെത്തിയതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ മാധ്യമപ്രവർത്തകർ തന്ത്രിയെ സമീപിച്ചപ്പോൾ യുവതീ പ്രവേശനത്തിന് സ്ഥിരീകരണമില്ലെന്നായിരുന്നു മറുപടി. പിന്നാലെ യുവതീ പ്രവേശന വാർത്ത മുഖ്യമന്ത്രി സ്ഥിരീകരിച്ചതോടെ രാവിലെ 10:40-ന് തന്ത്രി നടയടച്ചു. 1 മണിക്കൂറോളം നീണ്ടുനിന്ന ശുദ്ധിക്രിയയ്ക്ക് ശേഷമാണ് പിന്നീട് ഭക്തർക്ക് ദർശനം അനുവദിച്ചത്. സ്ത്രീ പ്രവേശനത്തെ തുടർന്ന് നടയടച്ചിട്ട് ശുദ്ധിക്രിയ നടത്തിയ തന്ത്രിയെ രൂക്ഷമായ ഭാഷയിലാണ് മുഖ്യമന്ത്രി വിമർശിച്ചത്. വിധിയോട് യോജിക്കാതിരിക്കാൻ തന്ത്രിക്ക് അവകാശമുണ്ട്. അതൊരു മനുഷ്യന്റെ അവകാശം നമുക്കിപ്പോൾ ചോദ്യം ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പൊ ചെയ്യേണ്ടത് എന്താ? ഈ വിധി അനുസരിച്ച് കാര്യങ്ങൾ നടത്താൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം സ്ഥാനത്തൊഴിഞ്ഞു പോകണം. സുപ്രീം കോടതി വിധി നടപ്പാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. സുപ്രീം കോടതി വിധിയിൽ കേസിൽ കക്ഷിയായിരുന്ന ഒരാള് സുപ്രീം കോടതി വിധി വന്നതിന് ശേഷം ആ വിധിയുടെ ഭാഗമായി കാര്യങ്ങൾ നടപ്പാക്കാൻ ബാധ്യസ്ഥനായ ആളാണ് ആ സ്ഥാനത്ത് ഇരിക്കുന്നുവെങ്കിൽ, അല്ല എനിക്ക് നടപ്പാക്കാനാവില്ല, അത് വ്യക്തിപരമായി തീരുമാനിക്കാം. ആ സ്ഥാനത്തിരിക്കാൻ പാടില്ല. സാധാരണ അതാണല്ലോ ചെയ്യേണ്ടത്. ഒരു നിയമവാഴ്ചയുടെ രാജ്യത്ത് അതാണല്ലോ ചെയ്യേണ്ടത്. ഇക്കാര്യത്തില് ക്ഷേത്രം അടക്കണോ തുറക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് ദേവസ്വം ബോർഡാണ്. അത് ലംഘിച്ച നടപടിയാണ് തന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് കോടതി വിധിയുടെ ലംഘനമാണ് എന്നത് മാത്രമല്ല, ദേവസ്വം മാനുവൽ പ്രകാരമുള്ള വ്യവസ്ഥകളുടെ ലംഘനം കൂടിയാണ്. പിന്നാലെ CPM സംസ്ഥാന സെക്രട്ടറിയും തന്ത്രിക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തി. തന്ത്രിക്ക് പ്രതിരോധമൊരുക്കി BJP നേതാക്കൾ എത്തി. നടയടച്ച നടപടി സുപ്രീം കോടതി വിധിയുടെ നഗ്നമായുള്ള ലംഘനമാണ്. ഇത് സുപ്രീം കോടതിയെ വെല്ലുവിളിക്കലാണ്. ജുഡീഷ്യറിയെ പരസ്യമായി വെല്ലുവിളിക്കുന്ന നിലപാടാണ് തന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അത്തരമൊരു നടപടി സ്വീകരിച്ചത് സംബന്ധിച്ച് കോടതിയലക്ഷ്യ നടപടിക്ക്
അദ്ദേഹത്തെ വിധേയമാക്കേണ്ട വിധത്തിലുള്ള കുറ്റമാണ്, ഭരണഘടനാ ലംഘനം നടക്കുന്ന അവസ്ഥ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ശബരിമലയിലെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് തന്ത്രിയാണെന്ന് BJP നേതാക്കൾ പറഞ്ഞു. അല്ല, യുവതികൾ രണ്ടുപേരെ സർക്കാർ കള്ളന്മാരെ കൊണ്ടുപോയി അവർക്ക് ഒരു വീഡിയോ മാത്രമായിരുന്നു ആവശ്യമെന്ന് അവർ വ്യക്തമാക്കി. പക്ഷേ ആചാര ലംഘനം നടത്തിയപ്പോൾ അത് ശുദ്ധിക്രിയ നടത്തി പൂർവ്വസ്ഥിതിയിലായിട്ടുണ്ട് ഇപ്പോൾ ശബരിമല. ഇപ്പോൾ പഴയതുപോലെ തന്നെയാണ് ശബരിമല സന്നിധാനം ഉള്ളത്. അതുകൊണ്ട് ആചാര ലംഘനം ഇനിയും നടക്കാൻ അനുവദിക്കില്ല. നടയടച്ച തന്ത്രിക്ക് NSSന്റെ നന്ദി ജനറൽ സെക്രട്ടറി പരസ്യമായി തന്നെ അറിയിച്ചു. നടയടച്ച് പരിഹാര കർമ്മം ചെയ്യും. ശബരിമല നടയടച്ചിരിക്കുന്നു. പരിഹാര കർമ്മം ആരംഭിച്ചിരിക്കുകയാണ്. അതിന് തന്ത്രി കുടുംബത്തോടും രാജകുടുംബത്തോടുമുള്ള നന്ദി വിശ്വാസികൾക്ക് വേണ്ടി രേഖപ്പെടുത്തുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ശുദ്ധിക്രിയ നടത്തണമെന്ന വിവരം തന്ത്രി അറിയിച്ചിരുന്നുവെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അന്ന് തന്നെ പറഞ്ഞിരുന്നു. നടയടയ്ക്കാനുള്ള തീരുമാനത്തിൽ തന്ത്രിയോട് വിശദീകരണം ചോദിക്കുമെന്ന് ദേവസ്വം കമ്മീഷണറും ബോർഡംഗം KP ശങ്കരദാസും പറഞ്ഞെങ്കിൽ വിശദീകരണത്തിന്റെ കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല എന്നായിരുന്നു ബോർഡ് പ്രസിഡന്റിന്റെ നിലപാട്. ഇക്കാര്യത്തിൽ ബോർഡിൽ ഭിന്നത തുടരുന്നതിനിടയിലാണ് തന്ത്രിക്കെതിരെ വിമർശനവുമായി മന്ത്രി PS സുനിൽകുമാർ അടക്കം രംഗത്തെത്തുന്നത്. തന്ത്രിയുടെ കാര്യത്തിൽ മന്ത്രിസഭയ്ക്ക് ഏകാഭിപ്രായമാണെന്ന് മന്ത്രി വ്യക്തമാക്കി. എങ്ങനെയാണ് ഈ പിന്നെ തന്ത്രിക്ക് അവകാശം കിട്ടിയ ആര് കൊടുത്താണ്? രാജഭരണം നിലനിൽക്കുന്ന സമയത്ത് അന്ന് ഇത് അധികാരം കൊടുക്കുന്നത് ആരെങ്കിലും ദൈവം കൽപ്പിച്ചല്ലി കൊടുത്തതല്ല, അന്നത്തെ ഭരണാധികാരികളായിരിക്കുന്ന പന്തളം രാജകുടുംബമാണ് കൊടുത്തതെന്നാണ് പറയപ്പെടുന്നത്. അതിനർത്ഥം എന്താ? ആ കാലഘട്ടത്തിൽ ആരാണോ രാജ്യത്തിന്റെ അധികാരം കൈയാളുന്നത് അവരാണ് ക്ഷേത്രത്തിൽ ആര് തന്ത്രിയാവണം ആര് തന്ത്രിയാവേണ്ടതില്ല എന്ന് നിശ്ചയിക്കുന്ന അവരാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു കാര്യം കൂടെ വ്യക്തമാണ്. ഇപ്പൊ ആരാണ് രാജ്യം ഭരിക്കുന്നത്? ജനാധിപത്യ വ്യവസ്ഥയാണ്. അപ്പൊ ജനാധിപത്യ വ്യവസ്ഥയിൽ അമ്പലങ്ങളുടെ ഭരണത്തിനകത്ത് ഭരണാധികാരികൾക്ക് പങ്കുണ്ട്. ആ ഭരണാധികാരം ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ദേവസ്വം ബോർഡിനാണ്. ആ ദേവസ്വം ബോർഡ് കർശനമായ നടപടി സ്വീകരിക്കണം. ഗുരുവായൂർ അമ്പലത്തിലൊക്കെ കുട്ടികൾക്ക് നമ്മൾ ചോറ് കൊടുക്കാൻ പോകുമ്പോൾ അവർ മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ പുണ്യാഹം നടത്തും. അത് നമ്മുടെ വീട്ടിൽ പിന്നെ നമ്മൾ കുട്ടികൾ വീടിനകത്താണെങ്കിൽ നമ്മൾ ചിലപ്പോൾ കുട്ടികൾ അപ്പിയിട്ടാൽ ചിലപ്പോൾ നമ്മൾ കഴുകി ഡെറ്റോൾ ഒഴിച്ചു വരും. അതൊരു മറ്റൊരു രീതിയിലുള്ള പ്രക്രിയ മാത്രമാണ്. പക്ഷെ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗം അല്ലെങ്കിൽ പ്രത്യേകമായ ഒരു ജെൻഡർ ഡിഫറൻറ്റ് അല്ലെങ്കിൽ സ്ത്രീ ഒരു പുരുഷൻ എന്ന നിലയിൽ ഒരാൾ കടന്നു വന്നാൽ അവിടെ പുണ്യാഹം തെളിക്കുക അല്ലെങ്കിൽ അവിടെ പിന്നെ ശുദ്ധക്രിയ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വെല്ലുവിളിയാണത്. അത് ശരിയായിട്ടുള്ള കാര്യമല്ല. അല്ല, അത് ശരിയായിട്ടുള്ള കാര്യമല്ല. തന്ത്രി അത് സ്വയം അദ്ദേഹത്തിന്റെ മര്യാദ അനുസരിച്ച് അദ്ദേഹം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒഴിഞ്ഞു പോകാനുള്ള അവസരമുണ്ട്. അത് ഒഴിഞ്ഞു പോകാണ് ചെയ്യേണ്ടത് അദ്ദേഹം. അല്ലാതെ നമ്മള് അദ്ദേഹത്തോട് എനിക്കൊരു അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ അത് ബഹുമാനക്കുറവൊന്നും എനിക്കില്ല. ഇല്ല, അത് ശരിയല്ല. ഭരണഘടന വിരുദ്ധമായിട്ട്, ഭരണഘടനാപരമായിട്ട് നമ്മളെല്ലാവരും ഭരണഘടനയ്ക്ക് ബാധ്യസ്ഥരായിട്ടുള്ള ആൾക്കാരാണ്. അത് പത്രപ്രവർത്തനാണെങ്കിലും MLA ആണെങ്കിലും മന്ത്രിയാണെങ്കിലും നമ്മൾ ഭരണഘടനയാണ് നമ്മുടെ പ്രധാനപ്പെട്ടത്. അതിനെ ബഹുമാനിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇനി സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിനോട് എനിക്ക് വിയോജിപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേറെ മാർഗ്ഗങ്ങൾ നോക്കാം. അല്ലാതെ ഭരണഘടനയുടെ വിധി അനുസരിച്ച് അല്ലെങ്കിൽ അത് ഒരു ഭരണഘടനാ ബെഞ്ചിന്റെ വിധി പ്രാവർത്തികമാക്കിയ സമയത്ത് അവിടെ ശുദ്ധികലശം നടത്തി എന്ന് പറഞ്ഞാൽ അത് സുപ്രീം കോടതിയോട് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയൊരു ചലഞ്ചാണ്. സംശയമില്ലാത്ത കാര്യമാണ്. തന്ത്രിക്കെതിരായുള്ള വിമർശനം ശരിയല്ലെന്ന് പ്രതിപക്ഷ നേതാവ് നിലപാടെടുത്തു. ശബരിമല നടയടച്ചത് 100% ശരിയാണ്. തന്ത്രികളാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത്. തന്ത്രിക്കെതിരായ നീക്കങ്ങളെ ചെറുക്കുമെന്ന് ശബരിമല കർമ്മസമിതി പ്രഖ്യാപിച്ചു. തന്ത്രിയെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി നടത്തുന്ന ഒരു പരിപാടി നടക്കാൻ പോകുന്നില്ല. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യമുണ്ട്. ആരാണ് ആചാരലംഘനം നടത്തിയത്? ആരാണ് അവിടെ ഈ 28-ാം തീയതി സുപ്രീം കോടതി വിധി, സെപ്റ്റംബർ 22 വിധി ലംഘിച്ചത്? ഈ മുഖ്യമന്ത്രിയും ഈ പോലീസിന്റെ പണിയാളികളുമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. ആ വിധിയിൽ പ്രധാനമായിട്ട് എഴുതിയിരിക്കുന്ന വിഷയമുണ്ട്. ഹിന്ദു ഭക്തകളായിട്ടുള്ളവരാണ് ഈ ക്ഷേത്രത്തിൽ പ്രവേശിക്കാനായിട്ട് അനുവാദം കൊടുത്തിരിക്കുന്നത്. നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. ആരാണ് അവിടെ കയറിയത്? അവരന്ന് എങ്ങനെയാണ് കയറിയത്? ശബരിമല സാധാരണ നമ്മൾ കയറുന്നത് എങ്ങനെയാണ്? ഈ മലയെല്ലാം ചവിട്ടി 5-6 കിലോമീറ്റർ കഠിനമായ മല ചവിട്ട്, അത് കഴിഞ്ഞ് അവിടെ ചെന്ന് 18-ാം പടി ദർശനം, അതിനു വേണ്ടിയിട്ട് മുന്നൊരുക്കങ്ങളൊക്കെ അവർ തിരസ്കരിച്ചു എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. അത് കഴിഞ്ഞ് സോപാനത്തിലെത്തിക്കഴിഞ്ഞ് എന്താ ചെയ്തവർ? തൊഴുതവർ. അവർ തിരിച്ചിറങ്ങി വരുമ്പോൾ ആ തന്ത്രിയുടെ മുറിയുടെ സൈഡിലുള്ള താഴോട്ടുള്ള പടിയിൽ ഇറങ്ങിക്കുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു വീഡിയോ നമ്മളെല്ലാം കണ്ടല്ലോ. അവർ ചോദിക്കുന്നത് എടുത്തോ? പോലീസ് പറയുന്ന വീഡിയോ എടുത്തു.
വീഡിയോ എടുത്ത് പ്രദർശിപ്പിക്കാൻ വേണ്ടിയാണ്. നിങ്ങളെ കണ്ടു കാണോ? ഇതൊക്കെ നമ്മൾ കോടതി കൊടുക്കുന്നുണ്ട്. യുവതീ പ്രവേശനത്തെ തുടർന്ന് നടയടച്ച് ശുദ്ധിക്രിയ നടത്തിയ തന്ത്രിയോട് വിശദീകരണം ചോദിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒടുവിൽ തീരുമാനിച്ചു. 15 ദിവസത്തിനകം വിശദീകരണം നൽകാനാണ് നിർദ്ദേശം. തീരുമാനമറിയിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞത് ഇങ്ങനെ: തന്ത്രി നടയടച്ച സംഭവം, അതല്ലെങ്കിൽ ശുദ്ധിക്രിയ നടത്തിയ സംഭവം നമ്മുടെ സുപ്രീം കോടതി വിധിക്ക് അതല്ലെങ്കിൽ അതിൻ്റെ അന്തസ്സത്തയ്ക്ക് യോജിച്ചതല്ല. അത് അദ്ദേഹം എന്നെ വിളിച്ചിരുന്നു. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ ആ സമയത്ത് ഇങ്ങനെ മുഖ്യമന്ത്രി ഇങ്ങനെ കൺഫേം ചെയ്തിട്ടുണ്ട്, അവിടെ സ്ത്രീ കയറി, യുവതി കയറി എന്നുള്ളത് കൺഫേം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം മറ്റൊരു ഫോണിലാണ് എന്നെ വിളിച്ചത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞു ശുദ്ധിക്രിയ ചെയ്യുക എന്നുള്ളത് മാത്രമേ പറ്റുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം വേറെ ചില അഭിപ്രായങ്ങൾ വന്നു, ഞങ്ങൾ നേരത്തെ തീരുമാനിച്ചിരുന്നതാണ് എന്ന് പറഞ്ഞു. എന്തായാലും അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ഒരു അനുമതി അക്കാര്യത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ് നിയമത്തിൽ പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എന്താണ് അദ്ദേഹം അങ്ങനെ ചെയ്യാനിടയായ സാഹചര്യം എന്നുള്ളത് അദ്ദേഹത്തോട് ചോദിക്കാനും 15 ദിവസത്തിനകം അതിൻ്റെ മറുപടി തരണം എന്ന് ഞങ്ങൾ വിശദീകരണം എന്നുള്ള രൂപത്തിൽ ചോദിക്കാൻ തീരുമാനിച്ചു. ഈ തർക്കം ഇങ്ങനെ തുടരും എന്നുറപ്പാണ്. 22-ന് സുപ്രീം കോടതി റിവ്യൂ ഹർജികൾ പരിഗണിക്കുന്നത് വരെയെങ്കിലും ഇത് ഇതേ ബഹളങ്ങളോടെ തുടരും. ഇതിനിടയിൽ നിലപാട് മാറ്റങ്ങൾ ഉണ്ടാകും, ചിലപ്പോൾ നിലപാടുകളെ ഇല്ലാതാക്കും. ഇതിനെല്ലാം ഇടയിലും ഇതൊന്നും ബാധിക്കാതെ ഗൗനിക്കാതെ ശബരിമലയിലേക്ക് ലക്ഷക്കണക്കിന് ഭക്തർ ഒഴുകിയെത്തുന്നുണ്ട്. അത് തുടരും.